സിറാജ്, നിങ്ങളൊക്കെ എത്ര വാഴ്ന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൊണ്ട പൊട്ടി വിളിച്ചു കൂവിയിട്ട് നിന്റെ തൊണ്ടയിൽ വെള്ളം പോണല്ലാതെ ഞങ്ങൾ നന്നാവൂല. ിലൂടെ റീൽസും എടുത്ത് നടക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, റീൽസിന്റെ കാലമാണല്ലോ. എവിടെ നോക്കിയാലും റീൽസാണ്, എവിടെ നോക്കിയാലും റീൽസാണ്. ഉമ്മയുടെ റീൽസ് മകളെടുക്കുന്നു, മകളുടെ റീൽസ് ഉമ്മയെടുക്കുന്നു, പരസ്പരം ഷെയർ ചെയ്യുകയാണ്. വല്ലാത്ത കാലഘട്ടമാണ്. പ്രായം ചെന്ന ഉമ്മമാര് പോലും ട്രോളാറുണ്ടോ. ഉമ്മമാര് പോലും പടച്ചവനെ 50, 40, 50, 60 വയസ്സ് കഴിഞ്ഞ ഉമ്മമാര് പോലും പടച്ചവനെ നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് പറയുന്നില്ല, നിങ്ങൾ അടിച്ചു പൊളിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ, സന്തോഷിച്ചോ, അടിച്ചു പൊളിച്ചോ, അത് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ രീതിയിൽ പോരെ പെങ്ങള്. അള്ളാഹുവേ, ഉമ്മമാര് വരെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര് വരെ റീൽസ് എടുക്കുന്ന കാലമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നെ ഒരുപാട് കുറ്റം പറയുന്ന ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എന്റെ വായലിട്ടിട്ട് സിറാജ് ഉസ്താദേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയുന്നേ. നിങ്ങൾക്ക് എന്താ? എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തേ? അവര് പറയുന്നത്, സിറാജ്, നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എന്റേത് കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്നെ ഇന്ന് സാബീത്ത ആരോടാ പറയുന്നത് നിങ്ങളറിയാം? നമ്മളെ ഉസ്താദുമാരോടാണ്. ഈ സിറാജുദ്ദീൻ ഉസ്താദ്, പിന്നെ അങ്ങനെ കണ്ട കുറെ ഉസ്താദുമാരില്ലേ, ആ ഉസ്താദുമാരോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ഈ സിറാജുദ്ദീൻ ഉസ്താദ് പറയുന്നതൊക്കെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പം അത് എന്താണെന്ന് വെച്ചാല്, ഉസ്താദ് നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടേ പറയുള്ളൂ. അതെല്ലാ ഉസ്താദും കണക്ക് തന്നെ, പെണ്ണുങ്ങളെ കൊണ്ടേ പറയുള്ളൂ. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് കഷ്ടപ്പാടാ. അവര് കോട്ടേഴ്സിലും വാടകക്കും പിന്നെ റൂം എടുത്ത് താമസിച്ച് അവർക്ക് വാടക കൊടുക്കാൻ പൈസയില്ല, കുഞ്ഞുമക്കളെ നോക്കണം, എത്ര ആത്മഹത്യ ചെയ്യുന്നു ഉസ്താദെ. ഇന്ന് നിരമ്പതി പിന്നെ വളർന്നു വരുന്നതാണല്ലോ ഈ ഭാര്യമാർ. കല്യാണം കഴിച്ചിട്ട് 1, 2 ഉണ്ടായാലും നിങ്ങള് ഭാര്യമാർ ഇട്ടേച്ച് പോകുന്നത്. നിങ്ങൾ ഒരു ദിവസം പറഞ്ഞാൽ പോരാ. ഇതിപ്പം പെണ്ണുങ്ങൾ തട്ടിടാത്തത് പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ എന്റെ പച്ചോനെ നിങ്ങൾ ബയല് തുടങ്ങിയത് മുതൽ നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഈ ബയല് പഠിച്ചത് മുതൽ നിങ്ങൾ പറയുന്നില്ല പെണ്ണുങ്ങളെ കാര്യം. അതേപോലെ നിങ്ങൾ ആളും കണക്കൊണ്ട് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എപ്പെങ്കിലും 1, 2 നിങ്ങൾ പറയും അല്ലേ? പോയിട്ടൊന്നും അല്ല ഉസ്താദെ. ഉസ്താദിനോടൊരു കാര്യം ഞാൻ പറഞ്ഞേട്ടെ, പടച്ചോനാണ് സത്യം ഉസ്താദെ, ഞാൻ ഈ പറയുന്ന സത്യമാണ്. എൻ്റെ ഒരു കൂട്ടുകാരിന്റെ വീടിന്റെ നേരെ മുന്നിലുള്ള ഒരു ഉമ്മ എന്നല്ല, അങ്ങനെ പ്രായം 2 ചെറിയ മക്കളേ ഉള്ളൂ, 5, 6, 8 വയസ്സായ മക്കളേ ഉള്ളൂ. അപ്പൊ ആ പെണ്ണ് എപ്പോഴും പർദ്ദയും മക്കനും കണ്ണ് മാത്രം കാണിച്ചിട്ടാ ഉസ്താദെ നടക്കലുള്ളൂ. പിന്നെ ദസ്ബി എപ്പോഴും കൈമലുണ്ടാവും ഉസ്താദെ. എന്റെ സ്വന്തം കൂട്ടുകാരിന്റെ വീടിന്റെ നേരെ മുന്നിലുള്ള ഒരു പെണ്ണാ ഉസ്താദെ. എന്നിട്ട് എന്റെ ഫ്രണ്ട് ചുരിദാറും ഷാളെല്ലാം ഇടുക. എന്നിട്ട് അവള് ചിന്തിക്കുമ്പോഴല്ല ഞാൻ ഇങ്ങനെ മുടിയും ചുരിദാറിട്ട് നടക്കുന്നു. ഓള് സ്വർഗത്തിന്റെ കട്ടേനെ പഠിച്ചവനെ ഓളല്ലേ. കാരണം വെച്ചാൽ ഓള് പെട്ടെന്ന് തുടങ്ങിയൊന്നല്ല. ഈ പർദ്ദയും മക്കനും ദസ്ബിയായിട്ട് നടക്കാനും കണ്ണും പെട്ടെന്നല്ല. എവള് കണ്ടുവരുന്ന സമയത്തേ ഓൾ അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഉസ്താദെ, അങ്ങനത്തെ പെണ്ണില്ലേ 2 മക്കൾ ഇട്ടേച്ചിട്ട് ആ മുസ്ലിമിന്റെ കൂടെ ഓൾ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ അടുത്ത ഉസ്താദെ അതാരാ ഉസ്താദെ? പർദ്ദയും മക്കനിട്ട് കണ്ണും കെട്ടി നടക്കുന്ന ആളല്ലേ. കണ്ണ് മാത്രം കാണിച്ച് പോരെ, കൈക്ക് നമ്മളെ ഇലക്ട്രോണിക്കിന്റെ ദസ്ബിയും ഉണ്ടാവും. അതാണ് ഉസ്താദ്. ഞാൻ ഈ പഠിച്ചവനാണ് സത്യ ഉസ്താദ്, ഞാൻ സത്യ പറയുന്നത്. എന്റെ കൂട്ടുകാരിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്റെ കൂട്ടുകാർ കുത്തി നിൽക്കാരേന്ന്. ആണ് ഉസ്താദ്. ഞാൻ ഈ പഠിച്ചവനാണ് സത്യ ഉസ്താദ്, ഞാൻ സത്യ പറയുന്നത്. എന്റെ കൂട്ടുകാരിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്റെ കൂട്ടുകാർ കുത്തി നിൽക്കാരേന്ന്. കേട്ടോ? അതാരാ ഉസ്താദെ പോയെ? ആരാ ഉസ്താദെ പോയെ?
എന്റെ പൊന്നാര ഉസ്താദ് പറഞ്ഞു തരണം, നല്ല കാര്യം തന്നെ. പക്ഷെ അത് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചു പറയാമോ? എത്ര ഡിവോഴ്സ് കിടക്കുന്നു. കുഞ്ഞി മക്കളെ ഇട്ടിട്ട് ആണുങ്ങൾ പോയി ഓടുന്നു. കുഞ്ഞിന്റെ 1-2 മക്കളായ ശേഷം ആണുങ്ങൾ ഇട്ടേച്ച് പോയി. കുഞ്ഞി മക്കൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദെ? ഞങ്ങൾക്ക് ജോലി ചെയ്തുകൂടാ? ഈ ചെറിയ പൈതൽ മക്കളെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാ ജോലിക്ക് പോകണ്ടേ ഉസ്താദെ? ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും ആങ്ങളാർക്കും ഞങ്ങളെ നോക്കാനുള്ള വഴിയില്ല ഉസ്താദെ. ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദെ? ഇത് 4-5 സദസ്സെന്നെങ്കിലും ഉസ്താദ് ഒന്ന് വയല് പറയണേ ഉസ്താദെ. എന്റെ ആരംഭായ ഉസ്താദ്, എന്റെ പൊന്നാര ഉസ്താദ്. എല്ലാണ്ട് തലമറക്കണേ, മുടി മറക്കണേ, നിങ്ങൾ പറയുന്നതിന് ഒരു കുഴപ്പവും ഞമ്മക്കില്ല. നിങ്ങൾ തന്നെ. പക്ഷെ നിങ്ങൾ കൂടുതൽ അങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് പെണ്ണുങ്ങൾ ആത്മഹത്യക്ക് പോകുന്നു. പിന്നെ ആണുങ്ങൾ വല്ലാണ്ട് പെണ്ണുങ്ങൾ ക്രൂശിക്കും. നിങ്ങൾ കണ്ടില്ല, വെടിവെച്ച്